ഞാനിങ്ങനെ കടലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ കള്ളക്കണ്ണ ഗുരുവായൂർ നടയിൽ കള്ളക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ. അയ്യോ, ഇതാരാ ഇതാരാ കണ്ണൻ്റെ കയ്യെല്ലാം അടിച്ചോടിച്ചത്? ആരാണാവോ? എന്തായാലും എനിക്കിഷ്ടമായി. ഇതാണ് ഇന്ന് പയ്യാമലം ബീച്ചിൽ കിട്ടിയതാണ്. അയ്യോ, കണ്ടോ? ഇതാണ് ഗൈസ് ഈ ഒരു നാട്ടിലെ അവസ്ഥ. ഇതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈയില്ലെങ്കിൽ ഇതാ മനുഷ്യൻ്റെ ആയാലും ദൈവത്തിൻ്റെ ആയാലും അവസ്ഥ ഇതാണ്. യൂസ്ലെസ് എന്ന് പറഞ്ഞാൽ യൂസ്ലെസ്. അതുപോലെ തന്നെയാണ് പല ആൾക്കാരുടെ ജീവിതത്തിലും നടക്കുന്നത്. എന്താണ്? ജീവിതത്തിൽ പകുതിക്ക് ഒറ്റപ്പെടും. ഇത്ര കാലം ഏതോ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാളിലോ വിശേഷപ്പെട്ട ഏതോ ഒരു സ്ഥലത്ത് ആൾക്കാരിൽ ആനന്ദം പകർന്ന വിഗ്രഹമായിരിക്കും ഇത്. ഇതിന് കൈയില്ല ഇപ്പോൾ. അതുകൊണ്ട് ദൈവത്തിനിപ്പോൾ വിലയുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും നിന്റെ കാര്യം കഷ്ടത്തിലാണല്ലോ ഭഗവാനെ. ഭഗവാൻ 3G ആയി ഇപ്പോൾ. 3G എന്ന് പറഞ്ഞാൽ ഊമ്പിരിക്കുന്ന ഭഗവാൻ. ആരോ ഉപേക്ഷിച്ചതാ. നോക്ക്, കൈയില്ലാത്ത വിഗ്രഹം. എന്താണ് നിനക്കെന്താണ് പറ്റിയത്? സീരിയസ്ലി ഗൈസ്, ഇതേപോലെ തന്നെയാണ് ജീവിതത്തിൽ പല ആൾക്കാർക്കും സംഭവിക്കുന്നത്. എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അതിനെപ്പറ്റി ഒരു കാര്യമില്ലെങ്കിൽ ഇതേപോലെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടും. എന്തായാലും ഞാൻ ഇവിടെ തന്നെ വെക്കാം. ഇതിൻ്റെ ഓണർ, ഈ ഭഗവാന്റെ ഓണർ, ഭഗവാൻ എന്ത് ഓണർ വന്നിട്ടല്ലേ? എല്ലാവരെയും ഓണറാണെന്ന് പറയുന്ന ആളാണ് ഭഗവാൻ. ഈ ഭഗവാന്റെ ഓണർ, ഈ ഭഗവാനെ ആരാണ് ഉപേക്ഷിച്ചത് എന്നാലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അയ്യോ, നിന്റെ ഒരു കാര്യം. ദൈവത്തിന് ഇത്ര വിലയേ ഉള്ളൂ നാട്ടിൽ. എന്തായാലും ഓക്കെ ഗൈസ്, താങ്ക് യു.